എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 സെപ്റ്റംബർ 22 മുതൽ രാജ്യത്ത് നിലവിൽ വരുന്ന GST 2.0 പരിഷ്കരണത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. 2017 ഇന്ത്യയിൽ ഗൂഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ ചരക്ക് സേവന നികുതി നടപ്പാക്കിയതിനു ശേഷമുണ്ടാകുന്ന നികുതി ഘടനയിലെ ഏറ്റവും വലിയ പരിഷ്കാരത്തിനാണ് GST കൗൺസിൽ അംഗീകാരം നൽകിയിട്ടുള്ളത്. 56ാമത് GST കൗൺസിൽ യോഗം 2025 സെപ്റ്റംബർ 3 ഡൽഹിയിൽ വെച്ചാണ് നടന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് GST കൗൺസിൽ ചെയർപേഴ്സൺ. 4 ടയർ ഘടനയിൽ നിന്ന് 2 ടയർ ഘടനയിലേക്കുള്ള മാറ്റമാണ് GST കൗൺസിൽ അംഗീകാരം നൽകിയത്. 5%, 18% എന്നിങ്ങനെ 2 ടയർ നികുതി ഘടനയാണ് 2025 സെപ്റ്റംബറിൽ നിലവിൽ വരുന്നത്. സൂപ്പർ ലക്ഷറി പ്രോഡക്റ്റുകൾക്ക് 40% സ്പെഷ്യൽ സ്ലാബ് GST നിരക്കാവും ബാധകമാവുക. GST 2.0യുടെ ഹൈലൈറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 5%, 12%, 18%, 28% എന്നിങ്ങനെ നിലവിലുണ്ടായിരുന്ന 4 ടിയർ GST നിരഘടനയെ 5%, 18% എന്നിങ്ങനെ ലളിതമായ ഒരു ഘടനയിലേക്ക് മാറ്റിയതാണ് GST 2.0യുടെ പ്രത്യേകത. 3 തരത്തിലുള്ള GST സ്ലാബുകളാണ് നിലവിൽ വരാൻ പോകുന്നത്. GST 2.0 നിരക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് നിരക്ക്, ഇത് 18%, സ്റ്റാൻഡേർഡ് നിരക്ക്. മിക്ക സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ബാധകമാകുന്നത് സ്റ്റാൻഡേർഡ് നിരക്കാണ്. അടുത്തത് മെറിറ്റ് നിരക്കാണ്, ഇത് 5%. അവശ്യ ഇനങ്ങൾക്കും മുൻഗണനാ മേഖലകൾക്കും മെറിറ്റ് നിരക്കിലായിരിക്കും GST, ഇത് 5%. ഡീമെറിറ്റ് നിരക്കാണ് അടുത്തത്, ഇത് 40%. പാപവസ്തുക്കൾ അഥവാ സിൻ ഗുഡ്സിനും ആഡംബര വസ്തുക്കൾക്കും 40% ഉയർന്ന നിരക്കാണ് ബാധകമാവുക. വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസിനെ GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പാൽ ഉൽപ്പന്നങ്ങൾ, 33 ജീവൻ രക്ഷാ മരുന്നുകൾ, വിദ്യാഭ്യാസ അവശ്യ വസ്തുക്കൾ എന്നിവയുടെ GSTയും ഇല്ലാതാക്കി. നിത്യോപയോഗ സാധനങ്ങൾ, കാർഷിക വസ്തുക്കൾ, ആരോഗ്യ സംരക്ഷണ ഉപകരണങ്ങൾ എന്നിവയുടെ GST 5% കുറച്ചിട്ടുണ്ട്. പാൻ മസാല, എയറേറ്റഡ് വാട്ടർ, കാഫീൻ അടങ്ങിയ പാനീയങ്ങൾ, പഴച്ചാറുകൾ അടങ്ങിയ കാർബണേറ്റഡ് പാനീയങ്ങൾ, പഴച്ചാറുകൾ ചേർത്ത പാനീയങ്ങൾ തുടങ്ങിയ പാപകരമായ വസ്തുക്കളുടെ GST 40% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ ഒഴികെയുള്ള ഈ എല്ലാ GST നിരക്ക് മാറ്റങ്ങളും 2025 സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരും. വില കുറയുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിത്യോപയോഗത്തിന് പൊതുവെ പ്രയോജനപ്പെടുത്തുന്ന സാധനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വിലക്കുറവുണ്ടാകുന്നത്. ഹെയർ ഓയിൽ, സോപ്പ്, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, ടേബിൾ വെയർ, കിച്ചൺ വെയർ എന്നിവയ്ക്ക് 18% എന്ന തോതിൽ നിന്ന് 5% എന്ന നിലയിലേക്ക് നികുതി കുറയും. UHT മിൽക്ക്, പനീർ, ഇന്ത്യൻ ബ്രെഡ് എന്നിവയെ GST പരിധിയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. 5% നിന്നും 0% എന്ന നിലയിലേക്കാണ് നികുതി കുറച്ചത്. സോസ്, പാസ്റ്റ, കോൺഫ്ലേക്സ്, വെണ്ണ, നെയ്യ് എന്നിവ 5% സ്ലാബിന് കീഴിലാണ് വരിക. ആരോഗ്യ മേഖലയിലെ ചിലവുകളും കുറയാൻ പുതിയ പരിഷ്കരണം ഇടയാക്കും. 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതി 12% നിന്ന് 0% കുറച്ചിട്ടുണ്ട്. കണ്ണടകൾ, കാഴ്ചശക്തിക്ക് സഹായകമായ ഗോഗിൾസ് എന്നിവയുടെ നിരക്ക് 28% നിന്ന് 5% കുറഞ്ഞു. കരകൗശല വസ്തുക്കൾ, മാർബിൾ, ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ, ഇന്റർമീഡിയറ്റ് ലെതർ ഗുഡ്സ് എന്നിവയുടെ നിരക്കുകൾ 12% നിന്ന് 5% കുറച്ചിട്ടുണ്ട്. FMCG, ഫാർമ മേഖലകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത മെത്തനോളിൻ്റെ നിരക്കും 5% താഴ്ത്തിയിട്ടുണ്ട്. 40% സ്പെഷ്യൽ സ്ലാബ് എന്താണെന്ന് നോക്കാം. സൂപ്പർ ലക്ഷറി പ്രോഡക്റ്റുകൾക്ക് 40% പ്രത്യേക GST നിരക്ക് ബാധകമാകും. പാൻ മസാല, സിഗരറ്റ്, ഗുഡ്ക, പഞ്ചസാര ആഡ് ചെയ്ത എയറേറ്റഡ് വാട്ടർ, കാഫിനേറ്റഡ് ബെവറേജസ്, ഫ്രൂട്ട് അധിഷ്ഠിത ഡ്രിങ്ക്സ്, മറ്റ് നോൺ ആൽക്കഹോളിക് ബെവറേജസ് എന്നിവയ്ക്ക് 40% GST ആണ് ഈടാക്കുക. മിഡ് സൈസ്, ലാർജ് സൈസ് കാറുകൾ, 350 cc അധികമുള്ള ബൈക്കുകൾ, യോട്ട്, പേഴ്സണൽ എയർക്രാഫ്റ്റ് എന്നിവയ്ക്കും ഇതേ നിരക്കാണ് ഈടാക്കുക. എന്താണ് പാപവസ്തുക്കൾ അഥവാ സിൻ ഗുഡ്സ്? ആരോഗ്യത്തിനോ സമൂഹത്തിനോ ദോഷകരമായ ഉൽപ്പന്നങ്ങളെയാണ് പൊതുവെ പാപവസ്തുക്കൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവയുടെ ഉപയോഗം കുറയ്ക്കുക, അതുവഴി പൊതുജനാരോഗ്യം സംരക്ഷിക്കുക, ഒപ്പം സർക്കാർ വരുമാനം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് സർക്കാർ ഉയർന്ന നികുതി ചുമത്തുന്നത്. പുതിയ സ്ലാബ് അനുസരിച്ച് ഇവയ്ക്കുള്ള GST 40%. ഇന്ത്യയിൽ 40% GSTയുടെ കീഴിൽ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഇനങ്ങൾ
പുകയില ഉൽപ്പന്നങ്ങൾ, ആഡംബര വസ്തുക്കൾ, ഓൺലൈൻ ചൂതാട്ടം, ഓൺലൈൻ ഗെയിമിംഗ് തുടങ്ങിയ വിനോദ ഉൽപ്പന്നങ്ങൾ, കൽക്കരി, ലിഗ്നൈറ്റ്, പീറ്റ്, കാർബണേറ്റഡ് പാനീയങ്ങൾ തുടങ്ങിയ വസ്തുക്കളാണ്. എന്നാൽ പാപവസ്തുക്കൾക്കുള്ള ഉയർന്ന 40% GST ബീഡി ഉൽപ്പന്നങ്ങൾക്കില്ല എന്നത് ശ്രദ്ധേയമാണ്. സിഗരറ്റുകളുടെയും ഗുഡ്കയുടെയും വില കൂടാൻ സാധ്യതയുണ്ടെങ്കിലും ബീഡികളുടെ GST 28% നിന്ന് 18% കുറച്ചിട്ടുണ്ട്. തൊഴിൽ സംരക്ഷണവും വില കുറച്ച് വിപണി നിലനിർത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് സർക്കാരിനുള്ളത്. രാജ്യത്തെ 70 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു പ്രാദേശിക വ്യവസായമാണ് ബീഡി നിർമ്മാണം. ഈ മേഖലയിലെ തൊഴിലാളികളുടെ ജീവിതം സംരക്ഷിക്കുക എന്നത് സർക്കാരിൻ്റെ കടമയാണ്. GST പരിഷ്കരണം നടപ്പാക്കുന്നതിലൂടെ സർക്കാരിന് വലിയ നികുതി നഷ്ടമാണ് ഉണ്ടാവുക. എന്നാൽ ഉപഭോഗം വർദ്ധിക്കുന്നതിലൂടെയും ഉയർന്ന സെസ് കളക്ഷനിലൂടെയും ഇത് തിരികെ പിടിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. പുതിയ GST നിരക്കുകളിലൂടെ പണപ്പെരുപ്പത്തെ പിടിച്ചുകെട്ടാനും കൺസ്യൂമർ ഡിമാൻഡ് വർദ്ധിപ്പിച്ച് സാമ്പത്തിക വളർച്ചയുടെ ഗതിവേഗം കൂട്ടാനുമാണ് GST 2.0 വഴി കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. 2025 സെപ്റ്റംബർ 22 മുതൽ നിലവിൽ വരുന്ന GST പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.